ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പപ്പായ ജ്യൂസിൽ മരുന്ന് കലർത്തി അനഘ ആതിരയ്ക്ക് കൊടുക്കുവാനായി ആതിരയുടെ റൂമിലേക്ക് എത്തുന്നു. ആ പപ്പായ ജ്യൂസുമായി അനഘ തന്റെ റൂമിലേക്ക് വരുമ്പോൾ ആതിര ജോലികൾ പലതും ചെയ്യുന്നതിനിടയിൽ അനഘ തന്റെ റൂമിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നത് സംശയത്തോടെ നോക്കി. ആ സന്ദീപിന്റെയും തന്റെയും ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനഘ അവിടേക്ക് ജ്യൂസുമായി എത്തിയത്. അനഘ വന്നതോടെ പുഞ്ചിരിച്ചുകൊണ്ട് അനഘയുടെ വരവ് കണ്ട് സംശയത്തോടെ ആതിര നോക്കുന്നു. ആതിര തൽക്കാലം ഒന്നും മൈൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ അനഘ അരികിലേക്ക് എത്തി ആതിരയോട് പറഞ്ഞു, ഞാൻ നിന്റെ ഈ റൂമിലേക്ക് വന്നപ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും പലപ്പോഴും ദേഷ്യത്തോടെയും പകയോടെയുമാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ അരികിലേക്ക് എത്തിയത് ആ പകയും ദേഷ്യവും ഒക്കെ അവസാനിപ്പിച്ച് ഇനി സൗഹൃദത്തോടെ മുന്നോട്ട് നീങ്ങാം എന്ന ഒറ്റ ചിന്താഗതിയോടെയാണ് എന്ന് അനഘ ആതിരയെ അറിയിക്കുന്നു. ആതിര വാക്കുകൾ കേട്ട് വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അനഘ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും ഞാൻ നിന്റെ മുന്നിൽ വന്ന് വെല്ലുവിളി ഉയർത്തിയിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സന്ദീപിനെ നീ എന്നിൽ നിന്ന് തട്ടിയെടുത്തതിന്റെ വേദന എന്നെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നു. പിന്നീട് ഞാൻ കുറെ തവണ ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് ശരിക്കും ഞാൻ ചെയ്ത തെറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയും ഞാൻ സന്ദീപിനെ കുറിച്ച് ആഗ്രഹിക്കുന്നതും സന്ദീപിനെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഇനിയും നിന്നോട് വെല്ലുവിളിക്കുന്നതും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് ഇനി ആ പകയും ദേഷ്യവും വെച്ച് പുലർത്താതെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്ന് അനഘ ആതിരയോട് പറയുമ്പോൾ ആതിര അനഘയോട് അറിയിച്ചു, എനിക്കറിയാം ഇപ്പോ ആതിര ഇങ്ങനെയൊക്കെ അനഘ ഇങ്ങനെ സംസാരിച്ചത് കേൾക്കുമ്പോൾ ഞാനും സന്ദീപും ഒരിക്കലും പിരിയുകയില്ല എന്നും ഒരു കാരണവശാലും ഒന്നിനെ കൊണ്ടും ഞങ്ങളെ പിരിക്കാനാകില്ല എന്ന ഞങ്ങളുടെ ആ തീരുമാനമാണ് അനഘ ഇത്രയും നാൾ അനുഭവിക്കേണ്ടി വന്ന വേദനകളെല്ലാം തന്നെ ആ ഒറ്റ കാരണത്താലാണെന്ന് അനഘയോട് ആതിര അറിയിക്കുമ്പോൾ അനഘ പറഞ്ഞു, ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ചൊന്നും നമുക്കിടയിലുള്ള സംസാരം വേണ്ട. അതെല്ലാം നമുക്ക് മറന്നേക്കാം. ഇനി നല്ല സുഹൃത്തുക്കളായി മുന്നോട്ട് നീങ്ങാം. അതാണ് നല്ലത്. ആതിരയോട് ഞാൻ കാണിച്ചതിനെ കുറിച്ചൊക്കെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചിയും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഇനിയും നിന്നോട് ഇതുപോലെ ദേഷ്യം വെച്ച് പുലർത്തണ്ടായെന്നും ഇനിയും ഒരു കൂരയിൽ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് നമ്മൾ രണ്ടുപേരും. ഇനി ആതിര മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. സുഖപ്രസവം മാത്രം ആതിരയുടെ മനസ്സിലുണ്ടായാൽ മതി. അതുകൊണ്ട് മനസ്സും ശരീരം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതാണ് വേണ്ടത്. ഇനി മുതൽ ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്, പലപ്പോഴും മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആതിര പറഞ്ഞു, ശരിയാ, പലതവണ നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോഴൊക്കെ ചിലപ്പോഴും വാക്കുകൾ കൊണ്ടും അല്ലാതെയും എനിക്കും നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അനഘ എന്ന് ആതിര അനഘയോട് പറയുമ്പോൾ അനഘ തന്റെ ജീവിതത്തിൽ ആതിരയും അർച്ചനയും തന്നെ തല്ലിയിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ കടന്നു പോകുന്നു. അതെല്ലാം ഓർത്തങ്ങനെ അനഘ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ ആതിര പറഞ്ഞു, അതൊക്കെ അപ്പോഴത്തെ സന്ദർഭത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. എല്ലാം ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കാതെ എല്ലാം അപ്പോൾ തന്നെ അതിനെ ഞാൻ പ്രതികരിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് ആതിരയും അനഘയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം അനഘ പറഞ്ഞു, അപ്പോ നമ്മുടെ ഇടയിലുള്ള ഈ പിണക്കങ്ങളൊക്കെയും പരിഭവങ്ങളൊക്കെയും ഇല്ലാതായതിന്റെ സന്തോഷത്തിന് ഇതാ ഞാൻ കൊണ്ടുവന്ന ഈ ജ്യൂസ് കുടിക്ക്. ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചിയാ പറഞ്ഞത് നിനക്ക് സ്നേഹത്തോടെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കാൻ. പിന്നെ ഇനി ആ കുഞ്ഞിനെ യാതൊരു പോറലും ഏൽപ്പിക്കാതെ ആ കുഞ്ഞുവാവെ എന്റെ കയ്യിലേക്ക് ഇങ്ങിട്ട് തന്നാൽ മതി. സന്ദീപിന്റെ കുഞ്ഞിന് ഞാനും ഒരമ്മയാണല്ലോ. സന്ദീപിന്റെ കുഞ്ഞായതുകൊണ്ട് ആ കുഞ്ഞിന് ഞാനും അമ്മയായി മാറുമല്ലോ. അതുകൊണ്ട് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എല്ലാം നൽകി ഞാൻ അതിനെ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് അനഘ ഇത് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആതിരയുടെ കയ്യിലേക്ക് ആ ജ്യൂസ് നൽകുന്നു. ആതിര സന്തോഷത്തോടെ ആ ജ്യൂസ് മേടിക്കാനായി നിൽക്കുമ്പോൾ ആതിരയോട് അനഘ പറഞ്ഞു, എന്നോടുള്ള പരിഭവവും ദേഷ്യവും ഒക്കെ പിണക്കവും ഒക്കെ മാറിയെങ്കിൽ ഈ ജ്യൂസ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെന്ന് മനസ്സിലെവിടെയോ എന്നോട് ഇപ്പോഴും ശത്രുതയും വിരോധവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് ആതിരയോട് അനഘ പറയുന്നു. അത് കേട്ടതും ആതിര അനഘയുടെ കയ്യിൽ നിന്ന് ആ ജ്യൂസ് വാങ്ങിച്ചു. ജ്യൂസ് വാങ്ങിച്ച് അങ്ങനെ ആതിര നിൽക്കുമ്പോഴേക്കും അനഘ പുറത്തേക്ക് ഇറങ്ങി വളരെ സന്തോഷത്തോടെ തിരികെ റൂമിലേക്ക് എത്തി. അവിടെ വന്ന് താൻ കൊടുത്ത ജ്യൂസ് കുടിച്ചതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചൊക്കെ ഓർത്ത് സന്തോഷിച്ചങ്ങനെ ഇരിക്കുമ്പം അവന്തി റൂമിലേക്ക് എത്തി ചോദിച്ചു, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം, എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, അതെ ചേച്ചി, ഈ വീട്ടിൽ എല്ലാവർക്കും വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന, തലവേദനയാകാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ടല്ലോ. ആ കുഞ്ഞിനെ ഇനി എന്നേക്കുമായി ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കുകയാണ്. അതിന്റെ ഒരു
തുടക്കം എന്നോണം അതിന്റെ പ്രാരംഭഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സംശയത്തോടെ അവന്തിക ചോദിച്ചു, നീ എന്തൊക്കെയാ മോളെ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്ത് പണിയാ നീ ഒപ്പിച്ചത് എന്ന് അനഘയോട് അവന്തിക അന്വേഷിച്ചു. അത് കേട്ടതും അനഘ പറഞ്ഞു, ചേച്ചി ഞാൻ പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഒപ്പിച്ചതല്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ സംഭവിച്ച കാര്യങ്ങൾ അത് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വീട്ടിൽ ഇതുവരെ ഉണ്ടാകാതെ പോയൊരു കാര്യം. ആതിരയുടെ വയറ്റിലെ കുഞ്ഞിനെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള പദ്ധതി ഞാൻ നടപ്പിലാക്കി. എന്റെ പദ്ധതി വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ആതിരയ്ക്ക് കൊണ്ടുപോയി പപ്പായ ജ്യൂസ് കൊടുത്തു. അത് കേട്ട ഉടനെ തന്നെ അവന്തിക പറഞ്ഞു, അതെ, വെറും ഒരു പപ്പായ ജ്യൂസ് കൊണ്ടൊന്നും ഒരു അപകർഷവും സംഭവിക്കാൻ പോകുന്നില്ല. അത് വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഒരു പപ്പായ ജ്യൂസ് കൊടുത്തതിന്റെ സന്തോഷത്തിലാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എന്നാലേ ആ സന്തോഷം വേണ്ട. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല പഴുത്ത പപ്പായ കൊണ്ടല്ല പ്രയോജനം. നല്ല പപ്പായയിൽ നല്ല രീതിയിൽ അതിന്റെ ചൊന അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ചൊനയാണ് ശരിക്കും കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ ഗർഭം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ചൊനയില്ലാത്ത ഈ പഴുത്ത പപ്പായ ജ്യൂസ് കുടിച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ തന്നെ അനഘ പറഞ്ഞു, എന്റെ ചേച്ചി, ഞാൻ പപ്പായ ജ്യൂസ് വെറുതെ കൊടുത്തതല്ല. പപ്പായ ജ്യൂസും അതോടൊപ്പം തന്നെ അതിൽ അബോർഷൻ സംഭവിക്കാനുള്ള മെഡിസിനും ഞാൻ കലർത്തിയിട്ടുണ്ട്. മെഡിസിന്റെ പകുതിയെങ്കിലും പ്രയോജനവും പപ്പായ ജ്യൂസിന്റെ ചേച്ചി പറഞ്ഞ ആ ചെറിയൊരു ഫലവും മാത്രം മതി, ആ ചെറിയ രീതിയിലുള്ള റിസൾട്ട് മാത്രം മതി എന്റെ ഈ ഒരു പദ്ധതി വിജയിക്കാൻ. എന്റെ ഈ പദ്ധതി വിജയത്തിലേക്ക് എത്താൻ ആ 2 കാര്യങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്നത്തോടെ ആതിരയുടെ കുഞ്ഞ് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയും. ചേച്ചി നോക്കിക്കോ, താമസിയാതെ തന്നെ അവിടെ നിന്ന് ഒരു നിലവിളി കേൾക്കാൻ കഴിയും. ആ ജ്യൂസ് കുടിച്ച അല്പസമയം കഴിയുമ്പോഴേക്കും വയറ്റിൽ നിന്ന് വല്ലാത്ത വേദന അനുഭവപ്പെടും. അതോടെ അവളുടെ കുഞ്ഞ് എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയും. അതാ സംഭവിക്കാൻ പോകുന്നത്. അത് കേട്ട ഉടനെ അവന്തിക ചോദിച്ചു, അതിന് നീ കൊണ്ടുപോയി കൊടുത്ത ജ്യൂസ് അവൾ കുടിച്ചാലല്ലേ എന്ന് ചോദിച്ചതും അവന്തികയോട് അനഘ പറഞ്ഞു, ചേച്ചി, ഞാനതിന് അവൾക്ക് ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തത് എന്റെ ഈ മുഖഭാവത്തോടെയല്ല. കാരണം ഈ ഒരു മുഖത്തോടെ ഞാൻ അവൾക്ക് ജ്യൂസ് കൊടുത്താൽ അവൾ ഒരു കാരണവശാലും ജ്യൂസ് കുടിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളോടുള്ള പരിഭവവും പിണക്കവും ഒക്കെ അവസാനിപ്പിച്ചുവെന്നും ഇപ്പോൾ അവളോട് എനിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും സ്നേഹം കൊണ്ടാണ് താനിപ്പോ അവളുടെ അരികിലേക്ക് വന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ അവളോട് സംസാരിച്ചതും പെരുമാറിയതുമൊക്കെ. എന്റെ ആ സംസാരത്തിലും പെരുമാറ്റത്തിലും അവൾ തീർച്ചയായിട്ടും വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ വളരെ സന്തോഷത്തോടെ എന്റെ കയ്യിൽ നിന്ന് ആ പപ്പായ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചത് എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ ഇരുന്നു. ആ ഒരു നിമിഷം ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ആതിര നിലവിളിക്കുന്നത് കേൾക്കാൻ കാതോർത്ത് അനഘയും അവന്തികയും റൂമിലിരുന്നു. അപ്പോഴാണ് കുളിയെല്ലാം കഴിഞ്ഞ് ആതിര റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജ്യൂസ് 3/4% കുടിച്ചു തീർത്തതിന്റെ ഗ്ലാസ് ആ ടേബിളിലും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പുറത്തു പോയ സന്ദീപ് മടങ്ങിയെത്തി. സന്ദീപ് അകത്തേക്ക് കയറി വന്ന്, ഹലോ, എക്സ്ക്യൂസ് മീ മാഡം എന്ന് ചോദിച്ചുകൊണ്ട് സന്ദീപ് അകത്തേക്ക് വന്നത് ആതിര ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി. സന്ദീപ് എന്താ ഇത്ര നേരത്തെ ഇങ്ങി പോകുന്നത്? ഓഫീസിൽ പോയതല്ലായിരുന്നു എന്ന് ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, അതെ, ഓഫീസിലേക്ക് പോയതൊക്കെ തന്നെയാ. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വല്ലാത്ത ബോറടി തോന്നി. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. എന്നെ സ്നേഹിക്കാനും എനിക്ക് ഓർക്കാനും എപ്പോഴും എന്റെ കാര്യങ്ങൾ പറയാനും എനിക്ക് ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെയല്ലേ ഉള്ളത്. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു എന്ന് പറഞ്ഞതും ഉടനെ ആതിര പറഞ്ഞു, അല്ല, ഈ വീട്ടിലിരുന്നിട്ട് ആകെ മൂഡ് ഓഫ് ആണെന്നും ബോറടിയാണെന്നും പറഞ്ഞല്ലേ ഇന്ന് ഓഫീസിലേക്ക് പോയത്. എന്നിട്ട് പിന്നെ ഇത്ര ഇവിടുന്ന് മടങ്ങി വരാൻ എന്താ കാരണം എന്ന് ആതിര അന്വേഷിച്ചു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, അങ്ങനെ അങ്ങ് വന്നാലേ എന്റെ ഈ കുഞ്ഞുവാവ ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് ഈർന്നായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഈ കുഞ്ഞുവാനെ കാണാൻ പറ്റുമോ? അത് കേട്ട ഉടനെ ദേഷ്യത്തോടെ സന്ദീപിന്റെ കൈ തട്ട് മാറ്റിയിട്ട് ആതിര പറഞ്ഞു, ദേ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കുഞ്ഞുവാവാന്ന് വിളിക്കരുതെന്ന്. എനിക്ക് ആ വിളി ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞപ്പോ ഉടനെ ആതിരയോട് പറഞ്ഞു, ഓ ശരി, ഓക്കെ, ഞാൻ ഇനി അങ്ങനെ വിളിക്കുന്നില്ല. എന്താ പോരെ? അല്ല, താനിവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞതും ആതിരയോട് സന്ദീപ് ചോദിച്ചു, തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അപ്പോഴേക്കും ആതിര പറഞ്ഞു, അല്ല, എന്നാ സന്ദീപ് അങ്ങനെ ഒരു മൂഡ് ഓഫിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്നാലോ എന്ന് ചോദിച്ചതും സന്ദീപ് ചോദിച്ചു, എന്താടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇവിടെ? ഉടനെ ആതിര പറഞ്ഞു, ഏയ് ഒന്നുമില്ല സന്ദീപേ. സന്ദീപ് ഇവിടെ സച്ചീറിന് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോ പിന്നെ ഞാനും ചേച്ചിയും മാത്രമാണ്. എന്നോടും ചേച്ചിയോട് സംസാരിക്കാൻ ഇവിടെ ഉള്ളത് സന്ദീപും സച്ചീറിനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരുമേ പിന്നെ ഈ വീട്ടിൽ ആകെ വിഷമത്തിലിരിക്കണം. ചേച്ചിയോട് എന്തെങ്കിലും സംസാരിക്കാനായി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ
ചേച്ചിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മുഖവുമായിട്ടാണ് ചേച്ചി എപ്പോഴും ഇരിക്കാറുള്ളത്. സത്യത്തിൽ ആ ചേച്ചിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ നമ്മൾ രണ്ടുപേരും അല്ലേ? ചേച്ചിയോട് അച്ഛൻ ഈ അകൽച്ച കാണിക്കുന്നതാണ് ചേച്ചിക്ക് സഹിക്കാൻ വയ്യാത്തത്. ചേച്ചി ഇപ്പോഴും ആകെ വിഷമത്തോടെ ഇരിക്കുന്നതും അതുകൊണ്ടാണ്. അച്ഛൻ ചേച്ചിയുടെ അടുത്ത് എപ്പോൾ ചെന്നാലും, ചേച്ചി അച്ഛനരികിൽ എപ്പോൾ ചെന്നാലും ചേച്ചിയോട് വല്ലാത്ത അകൽച്ച കാണിക്കുകയും ചേച്ചിയെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടുള്ള അച്ഛന്റെ പെരുമാറ്റമാണ് ചേച്ചിയെ തളർത്തി കളയുന്നത്. അതുകൊണ്ട് ആകെ വിഷമത്തിലാണ് ചേച്ചി എന്ന് അനഘ ആതിര സന്ദീപിനോട് പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, എടോ ശരി തന്നെയാ, നമ്മളുടെ ഈ പ്രശ്നം കാരണമാണ് അച്ഛനിപ്പോ ചേച്ചി ഏട്ടത്തിയോട് ഈ അകൽച്ച കാട്ടുന്നത്. എന്തായാലും നമ്മൾ എത്ര പറഞ്ഞാലും അച്ഛന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. അച്ഛന് ഏട്ടത്തിയോട് തോന്നിയ ആ ദേഷ്യവും അകൽച്ചയും ഒക്കെ അത് നമ്മളായിട്ട് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അച്ഛന്റെ ആ ഒരു ധാരണ മാറ്റിയെടുക്കണമെങ്കിൽ അത് അച്ഛൻ തന്നെ തീരുമാനത്തിലെത്തണം, അല്ലെങ്കിൽ അച്ഛൻ തന്നെ ചിന്തിച്ചാൽ മാത്രമേ കഴിയൂ. അതിന് ഉടനെ സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി ഏടത്തിയെ പോയെന്ന് കാണാം, ഏടത്തിയോട് സംസാരിക്കാം. അപ്പോ ഏടത്തിയുടെ ഈ വിഷമമൊക്കെ ഒന്ന് മാറും. ഏടത്തി ആ പഴയ സന്തോഷത്തിലേക്ക് എത്തും. നമ്മൾ രണ്ടുപേരും കഴിവതും ഏടത്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. ചേച്ചിയെ ഏടത്തിയെ ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ അനുവദിക്കരുത്, അതാ വേണ്ടത്. താൻ വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയും വിളിച്ചു പോകാൻ തുടങ്ങുന്നു. ആതിര പറഞ്ഞു, ഇവിടെ അവന്തിക ഏടത്തിയാണെങ്കിൽ വല്ലാത്ത ഓവർ കൂടിയാണ്. കാരണം ഏടത്തിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അച്ഛൻ ഏടത്തിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു എന്നതുകൊണ്ട് വല്ലാത്ത ഒരു അധികാരമാണ് ഏടത്തി ഇപ്പൊ എല്ലാവരോടും കാണിക്കുന്നത്. അത് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് ആതിര അറിയിച്ചു. വല്ലാത്ത ഓവറായിട്ടുള്ള ഒരു അധികാരമാണ് ഇപ്പൊ ഏടത്തി കാണിക്കുന്നതെന്ന് പറഞ്ഞതും ആതിരയെ ഉടനെ സന്ദീപ് ആതിരയെ തിരുത്തി. ആതിരെ, തനിക്കത് വെറുതെ തോന്നുക. അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും, കുട്ടികളായിരുന്ന ഞങ്ങളെയെല്ലാം നോക്കിയതും വളർത്തിയതും ഏട്ടത്തിയാണ്. അത് മാത്രമല്ല, ഏട്ടൻ ഇവിടെ നിന്ന് പോയിട്ടും ഏട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതും എല്ലാത്തിനും ഒപ്പം നിന്ന് ഓടി നടന്നെല്ലാം ചെയ്തത് ഏട്ടത്തിയാണ്. അതുകൊണ്ട് തന്നെ ഏട്ടത്തിയെ ഒരു കാരണവശാലും തള്ളി പറയരുത് എന്ന് സന്ദീപ് അറിയിച്ചു. അത് കേട്ടതും ആതിര പറഞ്ഞു, എങ്കിലും സന്ദീപേ, എനിക്ക് ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, താൻ വാ, നമുക്ക് പോകാം. അങ്ങനെ സന്ദീപ് ആതിര വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആതിരയ്ക്ക് വല്ലാത്ത വേദന തോന്നുന്നു. ആതിര വയറ് പൊത്തിപ്പിടിച്ച്, സന്ദീപെ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ആതിര നിലവിളിക്കുന്നു. സന്ദീപ് ചോദിച്ചു, എന്താണോ, എന്താ പറ്റിയത്? അപ്പോഴേക്കും ആതിര വേഗം ബെഡിലേക്ക് ഇരുന്നു. ആതിര സന്ദീപിനോട് പറഞ്ഞു, സന്ദീപെ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആതിര വേദന വല്ലാതെ കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ട് സന്ദീപ് ഉടനെ അർച്ചനയെ വിളിക്കുന്നു. എടുത്തി ഒന്ന് ഓടി വന്നേ, എടുത്തി ആരെങ്കിലും ഒന്ന് ഓടി വാ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയെ ബെഡിലിരുത്തി ചേർത്ത് പിടിക്കുന്നു.